ഒരുപാട് സെഷനുകൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമൊക്കെയായി കടന്നുപോയപ്പോൾ അതിൽ ഭരണഘടനയെ പരാമർശിക്കുന്ന ഒരു വിഷയം ഉൾപ്പെടുത്തി എന്നത് വളരെ കാലിക പ്രസക്തമാണ്. സംഘാടകരെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതിനേക്കാളേറെ ഭരണഘടന അട്ടിമറിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതിനുമുപരി ആ അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടമാണ് എന്ന തികച്ചും ജുഗുപ്സാവഹമായ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത വിഷയം സംബന്ധിച്ച് വളരെ ആധികാരികമായി തന്നെ എൻ്റെ സഹപാഠിയും സുഹൃത്തുമൊക്കെ ആയ അജിത് കൊളാടി വളരെ സവിസ്തരം പറയുകയും ചെയ്തത് തീർച്ചയായും ഈ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിൽ അതൊരു പകിട്ടായി നിലനിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനൊരു ആശംസ പ്രാസംഗികൻ എന്ന നിലയ്ക്ക് കൂടുതൽ സംസാരിക്കുന്നത് അനുചിതവുമാണ്. മാത്രമല്ല, എൻ്റെ പ്രിയ സുഹൃത്ത് PM സാദിഖ് അലി ഈ വേദിക്ക് പുറത്ത് അദ്ദേഹത്തിൻ്റെ ഊഴം കാത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു സന്തോഷവും നമുക്കെല്ലാവർക്കുമുണ്ട്. അദ്ദേഹത്തിനും അതിൻ്റേതായ അവസരം നമ്മൾ കൊടുത്തേ പറ്റൂ. ഇവിടെ നമുക്കറിയാം, നേരത്തെയൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ BR അംബേദ്കർ അദ്ദേഹം അടക്കമുള്ള ഒരു വലിയ സംഘം ഒരുപാട് മാസങ്ങൾക്ക് സമയമെടുത്തുണ്ടാക്കിയ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പല ഘട്ടങ്ങളിലായി അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ന്യായവുമാണ്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന 100ഓളം തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ആ ഭേദഗതി ചെയ്യപ്പെട്ട ഭരണഘടനയിൽ വെള്ളം ചേർക്കാതെ അത് രാജ്യത്തെ എല്ലാവർക്കും നൽകുന്ന, ന്യൂനപക്ഷങ്ങൾക്കായാലും ശരി മറ്റെല്ലാ വിഭാഗങ്ങൾക്കും നൽകുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകുന്ന ഈ സംവിധാനം ഇപ്പം എന്തേ വെള്ളം ചേർക്കാൻ തുടങ്ങിയത്? ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം അതുതന്നെയാണ്. ഇപ്പോൾ വെള്ളം ചേർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പഴയ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ, പഴയ കഥകളൊക്കെ ഇവിടെ അജിത് പറഞ്ഞല്ലോ, പഴയ കഥകൾ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ഒടുവിൽ അവസാനമായി നടന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഭരണഘടന ശില്പിയായ BR അംബേദ്കർ, അദ്ദേഹം ഒരു പിന്നോക്ക ജാതിക്കാരനാണ് എന്നതിരിക്കട്ടെ, ആ അംബേദ്കറെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ പാർലമെൻറ്റിൽ നടത്തിയ പരാമർശം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാജ്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ പാർലമെന്റിനകത്ത് പരിഹസിച്ചുകൊണ്ട് അംബേദ്കറുടെ പേര് 3-4 പ്രാവശ്യം പരാമർശിച്ച് അതുവഴി കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ച അമിത് ഷായുടെ ആ പരാമർശമുണ്ടല്ലോ, അത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് പ്രീ ആംബിളിൽ പറയുന്ന ഭരണഘടനയിലെ തത്വങ്ങൾക്ക് വിഘാതമാണ്. അത് പറയാൻ തൻ്റെ ഇടം കാണിച്ച ഒരു ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭരണഘടനയ്ക്ക് എന്ത് വിലയാണുള്ളത്? ഭരണഘടന അട്ടിമറിക്കുമ്പോൾ കണ്ടില്ലെന്ന് ധരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ചിന്തിക്കണ്ടേ? ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് അതല്ലേ? കോടതി വിധികൾ ഭരണഘടന അനുസൃതമാണ് എന്ന് നമുക്ക് 100% പറയാൻ പറ്റുമോ? ഞാൻ കോടതി വിധിക്ക് എതിരല്ല, കോടതി അലക്ഷ്യമല്ല പറയുന്നത്. ഒരു കാര്യം നമുക്കൊക്കെ അറിയാമല്ലോ, ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് കളങ്കമേൽപ്പിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം നടന്ന കോടതി വിധി, ആ നടന്നതെല്ലാം ക്രൂരമാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് അവസാനം എന്താ വിധി പറഞ്ഞത്? എങ്കിൽ അവസാനം ആ സ്ഥലം ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഇരിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ച ആ ജഡ്ജി എവിടെ? ആ ജഡ്ജിയെ പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഒരു പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ എത്ര ജഡ്ജിമാർ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ മുഖത്ത് നോക്കി വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിമാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. എന്താ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ ഒരു ജഡ്ജി പോയി പ്രസംഗിച്ചത്? ന്യൂനപക്ഷങ്ങൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചു, വഖഫിനെതിരെ അദ്ദേഹം സംസാരിച്ചു, വഖഫ് നിയമങ്ങൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തെ സുപ്രീം കോടതിയുടെ
അഭിഭാഷകരുടെ ജഡ്ജിമാരുടെ കൊളീജിയത്തിൽ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു എന്നതൊഴിച്ചാൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഇന്നും ഇന്ത്യ രാജ്യത്തെ മതേതരവാദികളുടെ ഹൃദയത്തിൽ അലികടിച്ച് നിൽക്കുകയാണ്. അത്രമാത്രം ക്രൂരമായ രീതിയിലേക്ക് ഇന്ത്യയുടെ ഭരണഘടനയെ കൊണ്ടുപോകുന്നതല്ലേ. ഇതിനൊക്കെ എതിർക്കാൻ ഈ അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് എന്നത് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ ഭരണഘടനയെ സംരക്ഷിച്ചേ മതിയാകും. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകും. ഏറ്റവും ഒടുവിൽ രാജ്യത്ത് 10 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മാറ്റിമറിച്ച മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ആവശ്യപ്പെട്ട ഒരു സ്ഥലത്തൊരു ശവകുടീരം ഒരുക്കാൻ പോലും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഭരണകൂടവും തയ്യാറായില്ല എന്ന് വെച്ചാൽ എവിടെ നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നു? സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെട്ട രാജ്ഘട്ടിൽ പോലും ഒരു ശവകുടീരം ഒരുക്കാൻ മൻമോഹൻ സിംഗിന് കൊടുക്കാത്ത ഈ ഭരണകൂടത്തിൻ്റെ സങ്കുചിത താല്പര്യം എതിർത്തു തോൽപ്പിക്കാൻ മതേതര വിശ്വാസികൾക്ക് കഴിയണം, ഈ ഭരണഘടനയ്ക്ക് കഴിയണം. ആ ഭരണഘടന സംരക്ഷിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. അത് ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇന്ത്യ രാജ്യം നിലനിന്നേ പറ്റൂ, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഒരുപാട് കാലം ഇന്ത്യ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രിയായും നയതന്ത്ര വക്താവായും ഒക്കെ പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരനായിരുന്ന അഹമ്മദ് സാഹിബ് പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് മരിച്ചപ്പോൾ താൻ രൂപം കൊടുത്ത ഒരു ബില്ല് ആ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തടസ്സം വരരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഹമ്മദ് സാഹിബിൻ്റെ മരണം പുറത്തുവിടാതെ നിർത്തിയ ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്താണ് മറ്റൊരു മുൻ പ്രധാനമന്ത്രിക്ക് ഈ അനുഭവം ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടിയിരിക്കുന്നു. മതേതര വിശ്വാസികൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടിയിരിക്കുന്നു. ആ ഒരവസ്ഥയിൽ ഭരണഘടനയെ മുറുകെ പിടിക്കാൻ, ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം പുലർന്നു കാണാൻ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അസബാഹ് കോളേജിൻ്റെ ഈ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരവസരം ലഭിച്ചതിലും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ഭരണഘടനയുടെ ആ മൂല്യങ്ങളെക്കുറിച്ച് പറയാൻ അവസരം ലഭിച്ചതിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.